സൂപ്പറായില്ല. എന്റെ മോന്റെ ഷർട്ടല്ലേ? അത്ഭുതത്തോടെ നോക്കണമായിരുന്നു. ഇപ്പോഴും നോക്കി കൊടുത്തേക്ക് അത്ഭുതത്തോടു കൂടി. ഓ സൂപ്പർ, അടിപൊളി. ബോണറ്റ് മാത്രമേ ചെയ്തുള്ളൂ. ഇവിടെ കൈ ഓടിക്കുമ്പോ ഒച്ചയുണ്ടോ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കണ്ണഞ്ഞാതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് കുറേ നാളായി ഞാൻ വീഡിയോയിൽ വന്നിട്ട്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി, നമുക്ക് പരിപാടികൾ വരികയാണ്, സീസണായി. അപ്പോൾ വണ്ടി ഒന്ന് മുഷിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒന്ന് തിളക്കിയെടുക്കാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഉപകരണം ഇവിടെ ഇരിക്കുന്ന ഡ്രില്ല്. ഇതിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. പോളിഷ് ചെയ്യണ പാഡുകളാണ് ഡ്രില്ലുമ്മ പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന റബ്ബിംഗ് കോമ്പൗണ്ട് വന്നിട്ട് വാക്സ് പോളിൻ്റെ റബ്ബിംഗ് കോമ്പൗണ്ടാണ്. കഴിഞ്ഞ ദിവസം വർക്ക്ഷോപ്പിൽ കയറ്റിയപ്പോൾ ഫ്രണ്ടിൽ വേറെ ഒരു പിക്കപ്പ് വാനിന് വെള്ള പെയിൻ്റ് അടിക്കേണ്ടായി. ആ വെള്ള പെയിൻറ്റ് മൊത്തം വണ്ടിയുമുണ്ട്. അപ്പോൾ അതൊക്കെ കളയാമെന്ന് വെച്ചു. അപ്പോൾ ഈ വേഷത്തിൽ നിന്ന് എന്നെ അമ്മ ചീത്ത പറയും, കാരണം പുതിയ ഷർട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് കോസ്റ്റ്യൂം മാറിയിട്ട് വരാം. ഇപ്പം എങ്ങനെയുണ്ട്? കറക്റ്റ് ലുക്കായില്ലേ? മാലയും കൂടെ ഒന്ന് ഊരി വെച്ചാൽ അല്ലെങ്കിൽ അമ്മ ഒന്ന് കൊല്ലും. ഓക്കെ, അപ്പോൾ പരിപാടി തുടങ്ങാതിന് മുന്നേ കറണ്ട് കൊടുക്കണം. അതിന് സുമേച്ച് എക്സ്റ്റൻഷൻ എടുക്കാൻ പോയിട്ടുള്ളൂ. ഇതിനാകെ ചിലവ്, അതായത് എല്ലാവരും പറയും പോളിഷ് ചെയ്യാനായിട്ട് 10,000 വേണം, 20,000 വേണം എന്നൊക്കെ. നമുക്ക് വീട്ടിൽ തന്നെ വെറും 500 രൂപ അല്ലെങ്കിൽ 500 രൂപയും ആ പാഡിന് ഏതാണ്ട് 300 ചില. എത്ര രൂപ ഇത് കൊടുത്തേ? 288 രൂപ. അപ്പോൾ മൊത്തം 1000 രൂപ താഴെ, 800 രൂപ താഴെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പോളിഷ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ എല്ലാം തുടങ്ങുന്നതിന് മുന്നേ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുക്കുക. വണ്ടിയിലുള്ള ക്ലോത്ത് തന്നെ. അതിൻ്റെ ഒപ്പം ഈ ബോണറ്റുമ്മയാണ് അത് ചെയ്യാന്ന് വെക്കണേ. അപ്പോൾ ബോണറ്റൊന്ന് വൃത്തിയായിട്ട് തുടച്ചെടുക്കുക. ബോണറ്റുമ്മ ഒരു തരിയോ ഒന്നുമില്ലാണ്ട് വേഗത്തിൽ കുറയ്ക്കുക. ഈ പാടൊക്കെ ഉണ്ടോ ഇവിടെ അടുപ്പിച്ചാണെങ്കിൽ ഇവിടെയൊക്കെ പാടുകളുണ്ടോ? ഇതൊക്കെ പോകും. ചെറിയ ഡെൻറ്റും അതൊക്കെ ഉണ്ട്, അത് നമുക്ക് കാര്യമാക്കണ്ട. അതൊക്കെ വലിയ പെയിൻറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ പൊക്കോളും. വലിയ പെയിൻറ്റിൻ്റെക്ക് പോയേക്കുന്ന സ്ക്രാച്ചുകളൊക്കെ ഇത്തിരി പാടാണ് പോകാൻ. ഭയങ്കര റഫാണ്, ഒച്ചയായിട്ട് നമുക്ക് മനസ്സിലാവും. കണ്ടോ? ഇവിടെ നോക്കി, ഇവിടെ ആ ചേട്ടൻ എനിക്ക് റബ്ബ് മേടിക്കാൻ വേണ്ടി ഏത് റബ്ബ് വേണം സെലക്ട് ചെയ്യാനായിട്ട് ചെയ്തപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒച്ചില്ല. ഇപ്പുറത്തേക്ക് വന്ന ഒച്ചയുണ്ട്, ഇവിടെ ഒച്ചില്ല. അപ്പോൾ നമ്മൾ പോളിഷ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. നമ്മൾ ഡ്രില്ലിൻ്റെ ചക്കുമേലൊക്കെ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാ, ഇനി നമ്മൾ ഈ പാഡുമ്മൽ വാക്സ് തുറന്നാൽ ഇങ്ങനെ ഇരിക്കുക. അല്ല, വാക്സ് അല്ല, റബ്ബ് തുറന്നാൽ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഈ അടപ്പിൽ നിന്ന് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അതെടുത്തിട്ട് അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ തേച്ച് പിടിപ്പിക്കുക. ഇതാദ്യം ഒന്ന് ഇതിൻ്റെ അകത്ത് പിടിക്കണം സ്പോഞ്ചിൽ, അല്ലെങ്കിൽ ആവില്ല. എന്നിട്ട് വണ്ടിയുമ്മലേക്ക് കുറച്ച് അവിടെ ഇവിടെ ഇട്ട് തേച്ച് കൊടുക്കാം. വെല്ലമുണ്ട് തേച്ചിട്ട് നമ്മൾ അടച്ച് മാറ്റി വയ്ക്കുക. നമ്മൾ ഇന്നത്തെ പരിപാടി ആരംഭിക്കണം. ആദ്യം ഇതുകൊണ്ട് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് പതുക്കെ തുറക്കാം. അധികം പ്രഷറൊന്നും കൊടുക്കരുത്. നോക്കൂ, വെട്ടിത്തിളങ്ങുന്ന കേട്ടോ. കണ്ണ് വെക്കാതെ കണ്ണും പറ്റി. അത് വണ്ടിയിൽ തുപ്പി. നമ്മൾ എക്സസ് തെറിക്കണതൊക്കെ ഇത് നോക്കിയത്. വെരി ഗുഡ്, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ബട്ട് ഐ ആം സാറ്റിസ്ഫൈഡ്. ഇവിടെ ചെറിയ ഫെയ്ഡ് കാണുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. ഒച്ചയില്ല ഗൈസ്, ഒച്ചയില്ല. വെരി ഗുഡ്, യു ആർ അപ്പോയിന്റഡ്.
നേരത്തെ വരച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ ഒച്ചൻ. കൺഗ്രാറ്റുലേഷൻസ്. ഞാനേ എനിക്കിത്തിരി പോളിഷ് മേടിക്കാൻ കാശ് വരുമെന്ന് വെച്ചിട്ട് തരാത്ത ആളാണ് ഇവിടെ. കൺഗ്രാറ്റുലേഷൻസ്. ആരാ മേടിച്ചെന്നേ? എൻ്റെ ഭാവനെയാണ്. കുറച്ചും കൂടെ ഒരു പണിയുണ്ട്. ഇവിടെ ഇത്തിരി സൈഡ് കാണുന്നുണ്ട്, അതൊന്ന് ശരിയാക്കണം. സന്തോഷമായി. ആ കളർ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴുള്ള ആനന്ദം ഉണ്ടല്ലോ, അത് പറയാൻ തന്നെ വേണം. അല്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ 2 പാഡ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വൂളൻ പാഡ് വെച്ചിട്ട് നമ്മൾ എക്സസ് ഉള്ളത് വൈപ്പ് ചെയ്തെടുക്കാൻ പോകാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ മണ്ണോ പൊടിയോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുന്ന, കാരണം പോറിൽ വീണാൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ നോക്കൂ, അപ്പോൾ നമ്മളങ്ങനെ എക്സസ് ഉള്ളത് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്യുന്നു. നിങ്ങളെ കാണിക്കാൻ ഇപ്പോൾ തൽക്കാലം ഞാൻ ബോണറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ വാക്സ് പോളിഷ് ചെയ്യാം. എടുത്തിരിക്കുന്ന പോളിഷ് 3M ആണ്. അപ്പോൾ നമ്മൾ കുറേശ്ശെ പിശുക്കൊന്നും കാണിക്കണ്ട വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആക്കാം. ഓക്കെ, ഇത്ര എടുത്തു. അപ്പോൾ കൈ തുടച്ചിട്ട് പതുക്കെ വട്ടത്തിൽ തേച്ച് കൊടുക്കുക. തികഞ്ഞില്ലെങ്കിൽ പിന്നെ എടുക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിയിട്ട് പാട പോലെ വരും. എങ്ങനെ ഇത് പാട പോലെ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല കോട്ടൺ വേസ്റ്റ് വെച്ചിട്ട് തുടച്ച് കഴുകുക. നമ്മുടെ വണ്ടി നല്ല അടിപൊളിയായിട്ട് ഒക്കെ ഇളകി കുട്ടപ്പനായിട്ട് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ ആരാണ്ടൊക്കെ പറയണ കേട്ടു. ഞാനിത് യൂട്യൂബ് നോക്കി പഠിച്ചാട്ടോ. യൂട്യൂബ് അമ്മാവൻ പഠിപ്പിച്ചതാണ്. ഇത് നല്ല ഉണങ്ങി നല്ല സെറ്റായിട്ട് കിട്ടും. ഇത്തിരി കുറവുണ്ട്, അപ്പോൾ അത് എടുക്കാം. കുറച്ചും കൂടെ നല്ല ചെറിയ കുത്ത്, ഇവിടെ ചെറിയ കുത്ത് മതിയാവും. എടുത്തിട്ട് നമ്മൾ സ്റ്റിക്കറിൻ്റെ മുകളിൽ നോക്കണ്ട. പെയിൻ്റൊക്കെ എവിടെ ഉണ്ടോ, പെയിൻറ്റ് ഭാഗം എവിടെയാണോ അവിടെ മാത്രം വച്ച് പിടിപ്പിക്കുക. ലെറ്റ് ഇറ്റ് ഡ്രൈ ഫോർ എ വൈൽ. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ. നല്ലോണം ഡ്രൈ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് തുടയ്ക്കുമ്പോഴാണ് അതിൻ്റെ മാജിക്. എൻ്റെ ബുള്ളറ്റ് കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ വർക്ക്ഷോപ്പിൽ ചേട്ടൻ ചെയ്തു തന്നിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു പൂതി, എന്നാൽ നമുക്ക് തന്നെ ചെയ്തൂടെ എന്ന്. അപ്പം തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പാഡുകളും ഒക്കെ ഓർഡർ ചെയ്തു. ഇനി എൻ്റെ ഈ പാൻറ്റ് അലക്കിയപ്പോൾ ഒരു പുതിയ നിക്കറാണ്. അച്ഛനും അമ്മയും ചീത്ത പറയുന്നതാണ് എൻ്റെ പേടി. വേണ്ട, ഡ്രൈ ആയി നല്ല പേസ്റ്റ് എടുത്തിട്ട് എക്സസ് ഉള്ള വാക്സ് പോളിഷ് നമ്മൾ ഇങ്ങനെ എടുത്ത് കളയണം. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്. കൊള്ളാം, സോ സാറ്റിസ്ഫൈങ്. നല്ല കാശ് ചെയ്യാനിരിക്കും. പൊളിച്ചെടുക്കുവോ വണ്ടി? അമ്മയുടെ പോയി അകത്ത്. സൂപ്പർ ആയില്ല? എന്റെ മോന്റെ ഷർട്ടല്ലേ? ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ വരും വിചാരിച്ചു. അപ്പൊ ഇത് അത്ഭുതത്തോടെ നോക്കണമായിരുന്നു. ഇപ്പോഴൊന്നും നോക്കി കൊടുത്തേക്ക് അത്ഭുതത്തോടുകൂടി. ഓ സൂപ്പർ! അയ്യോ, അടിപൊളി. മാത്രമേ
മാത്രമേ ചെയ്തുള്ളൂ. ബോണറ്റ് മാത്രമേ ചെയ്തുള്ളൂ. അയ്യോ ക്ഷീണിച്ച് അമ്മേ. ആ ഇനി വ്യത്യാസം ബാ ഇവിടെ 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 കൈ ഓടിക്കുമ്പോൾ ഒച്ചയുണ്ടോ നോക്ക്. ഉണ്ടോ ഇവിടെ ഒച്ചില്ല. ഗ്രേറ്റ്. അപ്പോൾ ഒരു 750 രൂപ 800 രൂപയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ കാറ് നല്ല അടിപൊളിയായിട്ട് പോളിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് പോളിഷ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. ഞാനും യൂട്യൂബൊക്കെ നോക്കി തന്നെ പഠിച്ചത്. അപ്പോൾ നന്ദി, നമസ്കാരം, ബൈ. ബൈ.